Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഫ്രം മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഫ്രിക്ഷൻ ഇൻ സിംഗിൾ ബോഡീസ്, ഫ്രിക്ഷൻ ഇൻ കണക്റ്റഡ് ബോഡീസ്, ഫ്രിക്ഷൻ ഇൻ ലാഡർ, ഫ്രിക്ഷൻ ഇൻ വെഡ്ജസ്, പാരലൽ ഫോഴ്സ്, റിസൾട്ടന്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, couple, characteristics of couple, then support reaction calculation of beams. ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഈ ഓരോ ടോപ്പിക്സിൽ നിന്നും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രോബ്ലം ഞാൻ വായിക്കാം. ഫൈൻഡ് ദി ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് എ ലോഡ് ഓഫ് 30 Newton up a rough inclined plane applied parallel to the plane. The inclination of the plane is such that when the body is kept on a perfectly smooth plane inclined at an angle, a force of 6 Newton applied at an inclination of 30 degrees to the plane keeps the same in equilibrium. Assume coefficient of friction between the rough plane and load is 0.3. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ലോഡ് ഇരിപ്പുണ്ട് 30 ന്യൂട്ടൺ. ഈ ലോഡിനെ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് വേണ്ട ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്ന 30 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബോഡിയെ ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് ആവശ്യമായ ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ബോഡി ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് ആ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ തന്നിട്ടില്ല. ആ ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോയിന്റ് ആണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. അതായത് സെയിം ഇൻക്ലിനേഷൻ ഉള്ള വേറെ ഒരു സ്മൂത്ത് പ്ലെയിൻ ഉണ്ട്. സെയിം ഇൻക്ലിനേഷൻ ഉള്ള ഒരു സ്മൂത്ത് പ്ലെയിനിൽ ഈ സെയിം ലോഡ് ഇരിക്കുകയാണ്. ഈ സെയിം ലോഡിൽ പ്ലെയിനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഫോഴ്സ് 6 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഈ രണ്ട് കേസിലെയും ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ആദ്യത്തെ കേസിൽ റഫ് സർഫസ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ സ്മൂത്ത് സർഫസ് ആണ്. പ്ലെയിനിൽ നിന്നും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ 6 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റഫ് പ്ലെയിനിൽ ബോഡിയെ മൂവ് ചെയ്യിക്കാനായിട്ട് ആവശ്യമായ ഫോഴ്സ് പി ആണ്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഫിഗർ വരയ്ക്കുക. അപ്പൊ ഞാൻ ആദ്യത്തെ കേസിലെ ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വരച്ചിട്ടുണ്ട്. പ്ലെയിനിന്റെ ഇൻക്ലിനേഷനെ ഞാൻ ആൽഫ എന്നെടുത്തു. ഈ പ്ലെയിൻ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. സോ കോണ്ടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷനെ കൂടാതെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് പി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു ലോഡ് തന്നിട്ടുണ്ട്. ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് ഈ ഫോഴ്സ് പി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻക്ലിനേഷൻ ആൽഫ വേണം. ആൽഫ കിട്ടാനായിട്ടാണ് അടുത്ത കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ബോഡിയെ നമ്മൾ സെയിം ഇൻക്ലിനേഷൻ ആൽഫ ഉള്ള ഒരു സ്മൂത്ത് പ്ലെയിനിൽ വെക്കുകയാണ്. സെയിം ഇൻക്ലിനേഷൻ ഉള്ള ഒരു സ്മൂത്ത് പ്ലെയിനിൽ സെയിം ബോഡിയെ വെക്കുകയാണ്. ഈ ബോഡിയിൽ പ്ലെയിനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലോഡ് 6 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ഫിഗർ വരച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് രണ്ട് ഫിഗർ വരച്ചു. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ഫിഗറിൽ നിന്നുമാണ് നമുക്ക് ആൽഫ ഇൻക്ലിനേഷൻ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യുക? ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം, resolve forces parallel to inclined plane and perpendicular to inclined plane. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സസ് സെക്കൻഡ് ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തു. then resolving forces parallel to inclined plane. inclined പ്ലെയിനിന് പാരലൽ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടി? ആൽഫ കിട്ടി. അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ നിന്നും എനിക്ക് ആൽഫ കിട്ടി. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് ഫസ്റ്റ് ഫിഗറിൽ പോവാലോ. സോ ഞാൻ ഫസ്റ്റ് ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തു. ആൽഫ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? റിസോൾവിംഗ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്തു, Rn കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലൽ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്തു, ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യം
നമുക്ക് വേണ്ട ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ആൽഫ ആയിരുന്നു ആൻഡ് ഓൾസോ പി. സോ ആൽഫ കിട്ടാനായിട്ട് രണ്ടാമത്തെ കണ്ടീഷനിലെ ഫിഗർ വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക, ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുക. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ അഗെയിൻ ഫസ്റ്റ് ഫിഗറിലോട്ട് പോവുക, ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം, apply conditions of equilibrium and find unknown force P. Okay. So next problem, friction in connected bodies le problem aanu. Yan question vaayikam. Two blocks A and B of weights 500 Newton and 1000 Newton are placed on an inclined plane. The blocks are connected by a string to the parallel plane. The coefficient of friction between the inclined plane and the block is 0.15 and that for the block B is 0.4. Find the inclination of the plane when the motion is about to take place and also calculate the tension in the string. Questionil തന്നെ figure തന്നിട്ടുണ്ട്. Questionil പറഞ്ഞിരിക്കുന്നത് രണ്ട് blocks ഉണ്ട് A and B. ഈ രണ്ട് ബ്ലോക്സും ഒരു inclined plane ഇരിക്കുകയാണ്. ഈ രണ്ട് ബ്ലോക്കിനെയും ഒരു string വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയിനും ബ്ലോക്സും ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രിംഗിലെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫിഗറിന്റെ ഓരോ ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റ് എ എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. എയിലുള്ള ഫോഴ്സസ് സെൽഫ് വെയിറ്റ് ഉണ്ട് 500 ന്യൂട്ടൺ, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. കോൺടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ ഉണ്ട് RNA, frictional force ഉണ്ട് 0.5, 0.15 RNA. ഓക്കെ, ഇതിൽ 500 ന്യൂട്ടനെ പ്ലെയിനിന് പാരലലും പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുക. ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് എ. ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക ആൻഡ് ഫൈൻഡ് RNA. ഓക്കെ, കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ റിസോൾവ് ചെയ്യുക. എന്നിട്ട് ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ റിസോൾവ് ചെയ്യുക, ടിയുടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്കെ, ആൻഡ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. Then next എന്ത് ചെയ്യുക, again draw the free body diagram of block B. Self weight 1000 Newton, vertically downwards act ചെയ്യും. സ്ട്രിംഗിലെ ടെൻഷൻ away from the body act ചെയ്യും. കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ RNB ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് 0.4 RNB. Then എന്ത് ചെയ്യുക, കൺസിഡർ ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ബി. ഫസ്റ്റ് എന്ത് ചെയ്യുക, റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക ആൻഡ് ഫൈൻഡ് RNB. ഓക്കെ, then next എന്ത് ചെയ്യുക, resolve forces parallel to inclined plane. Inclined plane parallel ആയിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക, ടിയുടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക ആൻഡ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1 ഉം 2 ഉം ഒന്ന് കമ്പയർ ചെയ്യുക. രണ്ടും ടിയുടെ ഇക്വേഷൻ ആണ്, അതായത് രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോമൺ ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷന്റെയും സെക്കൻഡ് ഇക്വേഷന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇക്വേറ്റ് ചെയ്തൊക്കെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, സൈൻ തീറ്റയുടെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുവന്നു ആഡ് ചെയ്തു, കോസ് തീറ്റയുടെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുവന്നു ആഡ് ചെയ്തു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്തു, കോസ് തീറ്റനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവന്നു, ദാറ്റ് ഇസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. 1500നെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോയി, ദാറ്റ് ഇസ് 475 ഡിവൈഡഡ് ബൈ 1500. അവിടെ നിന്നും എനിക്ക് തീറ്റ കിട്ടും. ഓക്കെ, ഇനി തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ടെൻഷൻ ഇൻ സ്ട്രിംഗ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് ടെൻഷൻ ഓൺ സ്പ്രിംഗ് ടി കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Then next നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രിക്ഷൻ ഇൻ ലാഡർ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A uniform ladder 4 meter long weighs 200 Newton. It is placed against a wall making an angle of 60 degree with the floor. The coefficient of friction between the wall and the ladder is 0.25 and that between the ground and the ladder is 0.35.
The ladder, in addition to its own weight, has to support a man of 1000 newtons at the top at B. Calculate the horizontal force P to be applied to the ladder at the ground level to prevent slipping. If the force P is not applied, what should be the minimum inclination of the ladder with the horizontal so that it does not slip with the man at the top? For question, ഒരു ladder തന്നിട്ടുണ്ട്. ladder length 4 meter ആണ്, weight 200 newton ആണ്. ഈ ladder ഒരു vertical wall ചാരി വെച്ചൊക്കെയാണ്. ladder floor ആയിട്ട് make ചെയ്യുന്ന angle 60 degree ആണ്. ladder wall ആയിട്ടുള്ള coefficient of friction 0.25, ground ladder ആയിട്ടുള്ള coefficient of friction 0.35. ladder ടോപ്പിൽ ഒരു man നിൽപ്പുണ്ട്. manന്റെ weight എന്ന് പറയുന്നത് 1000 newton ആണ്. നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ladder slip ചെയ്യാതിരിക്കാനായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ എത്ര ഹൊറിസോണ്ടൽ ഫോഴ്സ് P ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഇഫ് നമ്മൾ ഫോഴ്സ് P ഒന്നും ഗ്രൗണ്ട് ലെവലിൽ അപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയെങ്കിൽ ladder സ്ലിപ്പ് ചെയ്യാതിരിക്കാനുള്ള മിനിമം ഇൻക്ലിനേഷൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാണ്. ladder ഒരു ഇൻക്ലൈൻഡ് ladderന്റെ വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. വെയിറ്റ് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ലാഡറിന്റെ സെന്ററിലായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ലാഡർ ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. കോണ്ടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടായിരിക്കും. ലാഡറും ഫ്ലോറും ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസിൽ നോർമൽ റിയാക്ഷൻ RF, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.35 RF. ലാഡറും വോളും ആയിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ RW, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.25 RW. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഡർ സ്ലിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഗ്രൗണ്ട് ലെവൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് P കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ലാഡറിന്റെ കേസിൽ നമ്മൾ 3 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്താണ് അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അപ്ലൈ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം സിഗ്മ Fy is equal to 0 അപ്ലൈ ചെയ്യുക. ഫൈൻഡ് RW in terms of RF. Then next condition of equilibrium sigma Fx is equal to 0 apply ചെയ്യുക. Form an equation in terms of P and RF. P യും RF ഉം വരുന്ന രീതിയിൽ ഒരു equation form ചെയ്യുക and put it as equation number 1. Then take moment about B. B ക്ക് about ആയിട്ട് moment എടുക്കുക. നമ്മൾ B ക്ക് about ആയിട്ട് moment എടുക്കാനായിട്ട് കാരണം ഓൾറെഡി നമുക്കുള്ള equation 1 എന്ന് പറയുന്നത് in terms of P and RF ആണ്. So P യുടെയും RF ന്റെയും ടേംസിൽ ഇക്വേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ B ക്ക് about ആയിട്ട് moment എടുക്കുന്നത്. സോ ഞാൻ B ക്ക് about ആയിട്ട് moment എടുത്തു. Again എനിക്കൊരു ഇക്വേഷൻ കിട്ടി in terms of P and RF. ഞാൻ അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഇക്വേഷൻ 1 ഉം 2 ഉം ഒന്ന് നോക്കിയേ. രണ്ട് ഇക്വേഷൻ, രണ്ടിലെയും അൺനോൺസ് എന്ന് പറയുന്നത് P and RF ആണ്. സോ ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. ഫൈൻഡ് P. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ P കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then next കേസിലോട്ട് പോവാം. നെക്സ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് P റിമൂവ് ചെയ്യാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് P നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ലാഡർ സ്ലിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് വേണ്ട മിനിമം ഇൻക്ലിനേഷൻ തീറ്റ. തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സിഗ്മ Fx is equal to 0. സിഗ്മ Fx is equal to 0 കണ്ടീഷൻ അപ്ലൈ ചെയ്ത് RF in terms of RW calculate ചെയ്യുക. Then next condition of equilibrium sigma Fy is equal to 0 apply ചെയ്യുക. Find RW. Then next condition of equilibrium sigma MA is equal to 0 apply ചെയ്യുക. A എന്ന പോയിന്റിന് about ആയിട്ട് മൊമെന്റ് എടുക്കുക. നമുക്കൊരു ഇക്വേഷൻ വരും. ഇക്വേഷനിൽ കോസ് തീറ്റയുടെ ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക വരിക, സൈൻ തീറ്റയുടെ ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. ഫൈനലി sin theta by cos theta, tan theta is equal to നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അവിടെ നിന്നും find theta. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലാഡറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. The next problem parallel ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A system of parallel forces is acting on a rigid bar as shown in figure. Reduces this system to first a single force and a couplet A. ഒരു പാരലൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിസ്റ്റത്തിനെ ഒരു റിസൾട്ടും ഒരു കപ്പിളും അറ്റ് A ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് A എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
കപ്ലറ്റ് എ എന്ന് പറയുന്നത് മൊമെന്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. എ എന്ന പോയിന്റിലെ മൊമെന്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ സിംഗിൾ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് റിസൾട്ടന്റ്. പാരലൽ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആൾജിബ്രൈക് സം ഓഫ് ഗിവൺ ഫോഴ്സസ് ആണ്. സോ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? വാലിഡ്മെന്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് റിസൾട്ടന്റ് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയാ കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്യും. Then moment of this resultant about A എന്ന് പറയുന്നത് R into X ആണ്. ഈ റിസൾട്ടന്റിന്റെ കമ്പോണൻസ് ആണ് 32.5, 150, 67.5, 10 Newton. ഈ കമ്പോണൻസിന്റെ റിസൾട്ടന്റ് about A എന്ന് പറയുന്നത് 150 into 1 minus 67.5 into 1, sorry 67.5 into 2 plus 10 into 3.5. അപ്പോൾ R into X എന്ന് പറയുന്നത് കമ്പോണൻസിന്റെ മൊമെന്റ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. R into X is equal to 150 into 1 minus 67.5 into 2 plus 10 into 3.5. ഈ ഇക്വേഷനിൽ നിന്നും find X. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നിക്കുന്ന ഫോഴ്സ് സിസ്റ്റത്തെ സിംഗിൾ ഫോഴ്സ് ആക്കി, അതായത് റിസൾട്ടന്റും കാൽക്കുലേറ്റ് ചെയ്തു, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് എ. അപ്പോൾ എയിലെ സിംഗിൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ തന്നിക്കുന്ന ഗിവൺ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് ആണ്. ദാറ്റ് ഇസ് -60 ന്യൂട്ടൺ. മൊമെന്റ് കപ്പിൾ അറ്റ് എ എന്ന് പറയുന്നത് ടേക്ക് ദി മൊമെന്റ് അറ്റ് എ. എക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാരലൽ ഫോഴ്സസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബീംസിലെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അതിനു മുന്നേ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് ഉണ്ടെന്ന് അറിയണം. ഓരോ സപ്പോർട്ട്സിലെയും റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ സപ്പോർട്ട് ആണ്. സിമ്പിൾ സപ്പോർട്ടിലെ റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സപ്പോർട്ട്. ദെൻ റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ടിലെ റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സപ്പോർട്ട്. നെക്സ്റ്റ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഹിഞ്ച്ഡ് സപ്പോർട്ടിലെ സപ്പോർട്ട് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിംഗ്. നമുക്ക് തന്നേക്കുന്ന ബീമിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സപ്പോർട്ട്. നമുക്ക് തന്നേക്കുന്ന ബീമിൽ ഇൻക്ലൈൻഡ് ഓർ ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ട് എങ്കിൽ സപ്പോർട്ട് റിയാക്ഷനും വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്. ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സപ്പോർട്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ട്. ഫിക്സ്ഡ് സപ്പോർട്ട് ആണെങ്കിൽ ബീമിൽ വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ സപ്പോർട്ടില് വെർട്ടിക്കൽ റിയാക്ഷനും കാണും, മൊമെന്റും കാണും. ബീമിൽ ഇൻക്ലൈൻഡ് ലോഡ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ടിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് റിയാക്ഷൻ കാണും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും, മൊമെന്റ് കാണും. ഓക്കെ, ഇത്രയാണ് സപ്പോർട്ട്സും ഓരോ സപ്പോർട്ട്സിലെയും റിയാക്ഷൻസ്. സോ നെക്സ്റ്റ് നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് നോക്കാം. For the beam with loading shown in figure, determine reactions at support. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബീം വന്നിട്ടുണ്ട്. ബീംസിലെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിമ്പിൾ ബീം ആണ് തന്നേക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ബീംസിലെ സപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ സപ്പോർട്ട് എ എന്ന് പറയുന്നത് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണ്. സപ്പോർട്ട് ബി എന്ന് പറയുന്നത് ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്. സോ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ തന്നിക്കുന്ന ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അതായത് സപ്പോർട്ട്സിലെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക. ഞാനിപ്പോ എ എടുത്തു. എ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണ്. ഹിഞ്ച്ഡ് സപ്പോർട്ടിലെ സപ്പോർട്ട് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ലോഡിംഗ്. ബീമിൽ ഇൻക്ലൈൻഡ് ലോഡ്സ് ഉണ്ട്. സോ സപ്പോർട്ട് റിയാക്ഷന് വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ് സപ്പോർട്ട് റിയാക്ഷൻ RA. Then 100 kilonewton inclined ആണ്. സോ അതിനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക. Then 150 kilonewton വെർട്ടിക്കൽ ആണ്. Then B എടുക്കുക. B റോളർ സപ്പോർട്ട് ആണ്. റോളർ സപ്പോർട്ടിലെ റിയാക്ഷൻ ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്. സോ സപ്പോർട്ട് റിയാക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സപ്പോർട്ട്. അപ്പോൾ RB എന്ന് പറയുന്നത് സപ്പോർട്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബട്ട് സിൻസ് സപ്പോർട്ട് ഇസ് ഇൻക്ലൈൻഡ്, സപ്പോർട്ട് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ RB നമ്മൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം. RBയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് RB cos 26.57 and horizontal component RB sin 26.57. ആ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി സ്ലോപ്പ് വന്നിട്ടുണ്ട്. സ്ലോപ്പ് tan തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം.
First, sigma fx is equal to 0, sum of horizontal forces. Sign convention കൊടുക്കുക. Horizontally towards right ഉള്ള force positive കൊടുക്കുക, towards left ആണെങ്കിൽ negative. Then next condition of equilibrium, sigma fy is equal to 0. Then sigma ma is equal to 0. Sigma ma is equal to 0 in equation നിന്നും find RB. RB കിട്ടിക്കഴിഞ്ഞാൽ second equation കൊണ്ട് substitute ചെയ്യുക, VA calculate ചെയ്യുക. RB first equation substitute ചെയ്യുക, find HA. HA യും VA യും കിട്ടിക്കഴിഞ്ഞാൽ RA എന്ന് പറയുന്നത് root of VA square plus HA square. If theta A is the inclination of resultant with vertical VA, then theta A is equal to tan inverse HA by VA. For resultant vertical ആയിട്ട് make ചെയ്യുന്ന angle theta A ആണെങ്കിൽ theta A എന്ന് പറയുന്നത് tan inverse HA by VA. HA VA value substitute ചെയ്യുക, find theta A. Okay. അപ്പോൾ ഇങ്ങനെയാണ് beamsലെ problem solve ചെയ്യുന്നത്. Okay. The next similar ആയിട്ടുള്ള ഒരു beamലെ problem ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും, അതായത് ബിയിൽ നിന്നും 4 മീറ്റർ മാറിയ ഒരു പോയിന്റിൽ നിന്നും വെർട്ടിക്കലി 1.5 മീറ്റർ ആൻഡ് ഹൊറിസോണ്ടലി 1 മീറ്റർ മാറിയിട്ട് ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട് 20 കിലോമീറ്റർ. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ റിസോൾവ് ചെയ്യേണ്ടത് ബിയിൽ നിന്നും 4 മീറ്റർ മാറിയിട്ടുള്ള പെർട്ടിക്കുലർ പോയിന്റിൽ ഈ 20യുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ 20 cos 20 വരും, ആൻഡ് ഓൾസോ 20യുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയ 20 sin 20 വരും. അത് കൂടാണ്ട് ഈ 20 cos 20യുടെയും 20 sin 20യുടെയും മൊമെന്റ് കൂടെ വരും. ശ്രദ്ധിക്കുക, 20 cos 20 ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് 20 cos 20 into 1.5. അതുപോലെ 20 sin 20 ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് 20 sin 20 into 1. ഓക്കെ, എങ്ങനെയാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഈ ഫോഴ്സസിന്റെ കമ്പോണൻസ് കൂടാണ്ട് തന്നെ മൊമെന്റ് കൂടെ വരും. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ബാക്കി പഴയതുപോലെ തന്നെയാണ്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം, സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്യുക. ഫൈൻഡ് ആർ എ, വി എ, എച്ച് എ ആൻഡ് തീറ്റ എ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബീംസിലെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.